ഞാനും റെജിയും കൂടി നേരെ പോകുന്നത് പൂക്കോടുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ബോർഡ് കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പഴയ സിംബേനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. വേറെ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങോട്ട് വരരുതെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സർജറി ഏരിയയിലേക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് പഴയ സിംബേനെ പോലെ വാല് പോയൊരു പൂച്ചക്കുട്ടി. പക്ഷേ ഇവൻ്റെ വാലിൽ വണ്ടി കയറിയതാണെന്ന് പറഞ്ഞത്. പക്ഷേ അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, സേഫ് ആണെന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നേരെ വെയിറ്റ് നോക്കിയിട്ട് ചേട്ടയെ വന്ന് നോക്കി. അപ്പം ചെറുക്കനാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു, തൊടാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. കടി കിട്ടാതെ എസ്കേപ്പായി ജസ്റ്റ് മിസ്സിനൊക്കെ. ഡോക്ടർ പറഞ്ഞു എല്ല് പൊട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്, ചാൻസസ് ഉണ്ട്, അപ്പോൾ എന്തായാലും എക്സ്റേ എടുത്ത് നോക്കണം. നമ്മൾ നേരെ എക്സ്റേക്കുള്ള ബില്ലും അടിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനെ കാണുന്നത്. വെരി റെയർ ആയിട്ടാണ് പെട്ടെന്ന് കമ്പനിയാവും ഒരു പാവത്താൻ ഈ ലിറ്റിൽ കൃഷ്ണ പോലത്തെ കാർട്ടൂൺസിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഐറ്റമാണ് ഇവനെ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, അടിപൊളി സാധനം. അങ്ങനെ നമ്മൾ നേരെ എക്സ്റേ എടുക്കാൻ പോവാണ് ഗൈസ്. 2-3 പ്രാവശ്യം എക്സ്റേ എടുത്ത് നോക്കിയിട്ടും എവിടെയാണ് ഈ ഇഞ്ചുറി എന്നുള്ളത് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മളോട് ഒരു പറഞ്ഞു അനസ്തേഷ്യ ചെയ്യണം, അനസ്തേഷ്യ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി എക്സ്റേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ സഹകരിക്കില്ല എന്നുള്ള രീതിക്ക് നേരെ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവർ തന്ന ലിസ്റ്റിലുള്ള മരുന്നും ഇഞ്ചക്ഷനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ അനസ്തേഷ്യ ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ അടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഈ ഇഞ്ചക്ഷൻ അടിച്ച് ഫസ്റ്റ് ഡോസ് അടിച്ച് കിട്ടിയില്ല, സെക്കൻഡ് ഡോസ് അടിച്ച് കിട്ടിയില്ല, തേർഡ് ഡോസ് അടിച്ചു. കാരണം മിനിമലായിട്ടാണ് അടിക്കുന്നത്, എന്നാലും 2-3 ഡോസ് അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറുക്കൻ ഒതുങ്ങിയത്. എക്സലൻറ്റ് റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ ഇവൻ്റെ ലിഗ്മെൻറ്റ് ഇറങ്ങിപ്പോയേക്കാണ്. അതങ്ങനെ നോർമലി കാറ്റുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒന്നില്ലെങ്കിൽ നല്ല ശക്തി തല്ലുമ്പോഴോ കല്ലെറിയുമ്പോഴോ അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീഴുമ്പോഴോ ഒക്കെയാണ് പറ്റാറ്. പക്ഷേ നോർമലി ഇവന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായതായിട്ട് എൻ്റെ അറിവില്ല. പക്ഷേ എങ്ങനെയാണ് പറ്റിയെന്ന് പോലും ഇതുവരെ അറിയില്ല. അത് കഴിഞ്ഞ് നേരെ മരുന്ന് വാങ്ങിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇഞ്ചക്ഷൻ അവൻ്റെ മേത്ത് അടിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മച്ചാൻ്റെ സ്ഥിതി ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയ്യിൽ ബാൻഡേഡൊക്കെ ചുറ്റി സെറ്റാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ നേരത്ത് ബാക്കി ഉണ്ടായിരുന്ന ലിസ്റ്റിലുള്ള മരുന്ന് വാങ്ങിച്ചു. ഇത് ഇത്രയും മരുന്നുണ്ട് സിംബയ്ക്ക് 2 ആഴ്ചത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൈ ചുറ്റിയ ബാൻഡേജിന് അവനെയും കാട്ടി വെയിറ്റ് ഉണ്ടായിരുന്നു, കാണാനൊരു രസമൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ പോകുന്നവരല്ലായിരുന്നു, തിരിച്ചു വന്നതിന് ശേഷം ചെറുക്കിന് പെയിൻ കുറവുണ്ടായിരുന്നു, ഫുള്ള് തുള്ളിച്ചാടി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.